ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 22. സതയാ ശ്രദ്ധയാ യുക്ത സ്തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. വിവർത്തനം. അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ. ഭാവാർത്ഥം: ഭഗവാന്റെ അനുവാദമില്ലാതെ ദേവന്മാർക്ക് സ്വഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റാനാവില്ല. എല്ലാ വിഭവങ്ങളും കൃഷ്ണൻ്റേതാണെന്ന സത്യം ജീവാത്മാക്കൾ മറന്നേക്കാമെങ്കിലും ദേവന്മാർ ഒരിക്കലും മറക്കാറില്ല. അതിനാൽ ദേവാരാധനയും അതിൽ നിന്ന് നേടാവുന്ന അഭിലാഷപൂർത്തിയും ദേവതമാരിൽ നിന്നല്ല, ഭഗവാന്റെ നിശ്ചയത്താലാണ് ഉണ്ടാവുന്നത്. ബുദ്ധി കുറഞ്ഞവർ ഇതറിയാതെ വിഡ്ഢികളെപ്പോലെ ഫലകാംക്ഷികളായി ദേവന്മാരെ സേവിക്കുന്നു. യഥാർത്ഥ ഭക്തൻ ഏതൊരാവശ്യത്തിനും ഭഗവാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഏതായാലും പ്രാപഞ്ചിക വിഭവ ലാഭത്തിനായി പ്രാർത്ഥിക്കുന്നത് ശുദ്ധഭക്തന്റെ ലക്ഷണമല്ല. തൻ്റെ ആസക്തിയാൽ മതിമറന്നാണ് പ്രായേണ ജീവാത്മാക്കൾ ദേവന്മാരെ ആശ്രയിക്കുന്നത്. ജീവാത്മാക്കൾ തങ്ങൾ അർഹിക്കാത്തത് ആഗ്രഹിക്കുകയും കൃഷ്ണൻ നേരിട്ട് അവ സബലീകരിക്കാതെയും വരുമ്പോഴാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഭഗവാനെ ആരാധിക്കുകയും ഒപ്പം തന്നെ ഭൗതിക ഭോഗങ്ങൾ ഇച്ഛിക്കുകയും ചെയ്യുന്നതിൽ ആശയപരമായ വൈരുദ്ധ്യമുണ്ടെന്ന് ചൈതന്യ ചരിതാമൃതം പറയുന്നുണ്ട്. ഭക്തിപൂർവകമായ ഭഗവത് സേവനവും ദേവാരാധനയും ഒരേ നിലവാരമുള്ളവയല്ല. ദേവാരാധന ഭൗതികമാണ്, ഭഗവത് സേവനമാകട്ടെ തികച്ചും ആധ്യാത്മികവും. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ജീവന് വിഘ്നങ്ങളാണ് പ്രാപഞ്ചിക തൃഷ്ണകൾ. അതുകൊണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് നൽകപ്പെടാറുള്ള ഭൗതിക വിഭവങ്ങളും സുഖങ്ങളും ഒരു ശുദ്ധഭക്തന് കിട്ടാറില്ലതാനും. തന്മൂലം മൂഢന്മാർ ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവം ഏർപ്പെടുന്നതിനേക്കാൾ ഉത്തമം പ്രാപഞ്ചികമായ ദേവന്മാരെ സേവിക്കലാണെന്ന് കരുതിപ്പോരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.